വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ തെരച്ചിൽ ഊർജിതമായി ആവുകയാണ്. മണ്ണിനടിയിൽപ്പെട്ട 5 തൊഴിലാളികൾക്കായാണ് ദൗത്യം പുരോഗമിക്കുന്നത്. പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കൂട്ടിയിട്ട മണ്ണ് മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങുകയാണ്. 4 സോണാക്കി തിരിച്ചുള്ള ദൗത്യത്തിൽ കെടാവർ നായകളും പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞ് നേരത്തെ മാധ്യമങ്ങളോട് അനുഭവം വിശദീകരിച്ചത് കാണാം. അവിടെ നിന്ന് ഒരു ലേഡി വരുന്നുണ്ടായിരുന്നു. ഒരു മീൻസ് നമ്മൾ സ്റ്റാഫ് അല്ലാണ്ട് പബ്ലിക് ഇവരുണ്ടായിരുന്നു. അപ്പോൾ അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയത്. മീൻസ് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ അവർ ആ ഫോഴ്സിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ പോകുന്നു. എന്നെ അപ്പുറത്തോ മതിലിനെ അങ്ങോട്ടേക്ക് എടുത്ത് മറിച്ചിടുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ അതിനുശേഷമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മണ്ണിൻ്റെ അടിയിൽ എഴുന്നേറ്റ് വരികയത്. മണ്ണിൻ്റെ അടി മീൻസ് തല മാത്രം പുറത്തും ബാക്കിയെല്ലാം മണ്ണിൽ അടിയിലായി പോയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള 2 പേരെ സേവ് ചെയ്യാൻ പറ്റിയത്. ദുരന്തഭൂമിയിൽ നിന്ന് സരീഷ് PK വിവരങ്ങളുമായിട്ട് ചേരുന്നു. സരീഷ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ മഴയുള്ളതുകൊണ്ട് സംസ്ഥാനത്ത് എല്ലായിടത്തും നല്ല മഴയാണ്, അവിടെയുമുണ്ട്. മഴയുള്ളതുകൊണ്ട് മണ്ണൊലിച്ച് ഇറങ്ങുന്നു മറ്റുമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഇടവിട്ടുള്ള മഴ വയനാട്ടിലുമുണ്ട്, പ്രത്യേകിച്ച് ഈ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ദുരന്തത്തിന്റെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ തീവ്രത എത്രത്തോളമാണ് എന്ന് കൃത്യമായി അറിയണമെങ്കിൽ എനിക്ക് പിന്നിലുള്ള ഈ മണൽ കൂട്ടം, അതായത് മണ്ണ് ഒലിച്ചു വന്ന പുഴക്കരയിൽ അടിഞ്ഞ ഈ കാഴ്ച മാത്രം മതി എത്രത്തോളം കൂടുതൽ മണ്ണ് ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് ഒലിച്ചു വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എത്രത്തോളം വലിയ അപകടമാണ് ഇന്നലെ സംഭവിച്ചത് എന്നറിയാൻ. അതിൽ പാറക്കെട്ടുകളുണ്ട്, കോൺക്രീറ്റ് പാളികളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ മണ്ണ് മുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇവിടെ ഡംപ് ചെയ്തിരുന്ന മണ്ണും അത് വലിയ രീതിയിൽ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് നോക്കിയാൽ വ്യാപകമായി മരങ്ങൾ പിഴുത് താഴേക്ക് വന്നൊരു സാഹചര്യമുണ്ട്. മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വനമേഖലയാണ്. അപ്പോൾ ആ വനത്തിൽ നിന്നും കൂടുതൽ മരങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഈ പുഴ വളരെ തീക്ഷ്ണതയോടെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. തീവ്രത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടീം ഇപ്പോൾ കയർ കെട്ടി അല്ലെങ്കിൽ വടം കെട്ടി ആ മേഖലയിൽ ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖല തിരിച്ച് നേരത്തെ മുകളിൽ പരിശോധന നടക്കുന്നതിന് സമാനമായി തന്നെ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. കാരണം ഇതിന് മുകളിൽ നിന്നാണ് ഇന്നലെ 2 മൃതദേഹങ്ങൾ ഈ ഫയർഫോഴ്സിനും അതോടൊപ്പം തന്നെ ഈ പരിശോധന നടത്തുന്ന ആളുകൾക്കും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതലായി അല്ലെങ്കിൽ പുഴയിലോ പുഴയുടെ തീരങ്ങളിലോ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഒന്ന് ഇരുട്ട് ഏറെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ പരിശോധന നടത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ വൻതോതിൽ മഴ പെയ്തിരുന്നു. അത് ഈ പുഴയിലൂടെയാണ് വെള്ളം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുത്തിയൊലിപ്പ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അല്പം ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടീം അവർ ഈ വടം കെട്ടി കൃത്യമായി താഴേക്ക് ഇറങ്ങി ഈ കല്ലുകൾക്കിടയിലും അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മുകളിലെ പണി നടക്കുന്ന ആ സ്ഥലത്തു നിന്നും അവരുടെ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ ഒലിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ഭിത്തികൾ, കോൺക്രീറ്റ് ബീമുകൾ ഉൾപ്പെടെ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തും ഇപ്പോൾ അതിനടിയിലുമൊക്കെ പരിശോധന നടത്തുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേരെയാണ് കാണാത്തത്, എത്ര മൃതദേഹങ്ങളാണ് ലഭിച്ചത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ജില്ലാ ഭരണാധികാരികൾ കൃത്യമായി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മരണം സ്ഥിരീകരിക്കുന്നു. 5 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഈ 5 പേരും ഏതാണ്ട് ഈ റോഡിന് സമീപത്ത്, അതായത് മുകളിൽ ഈ പണി നടക്കുന്ന ആ സമീപത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുകളിൽ നിന്ന് ശക്തമായി മണ്ണൊലിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പുഴയ്ക്ക് സമീപത്തേക്കാണ് അവരെത്താനുള്ള സാധ്യത എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. കാരണം നേരത്തെ അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ അകലെ ഉണ്ടായിരുന്ന ആളുകൾ അത് ആദ്യം മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്
എന്നുള്ളതാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും പറയുന്നത്. അതുകൊണ്ടാണ് ഈ പുഴക്കരയിൽ കൃത്യമായുള്ളൊരു പരിശോധന ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും 5 പേർക്കായുള്ള തിരച്ചിൽ ദ്രുതഗതിയിൽ ഒരു ഭാഗത്ത് സോൺ തിരിച്ചുള്ള പരിശോധന ആ മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണാം എത്രത്തോളം വലിയ അളവിൽ ആ മണ്ണ് അവിടെ ഓരോ സ്ഥലത്തും കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റിയുള്ള പരിശോധന എത്രത്തോളം സമയമെടുക്കും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ആ മണ്ണ് മുഴുവൻ മാറ്റുക എന്നുള്ളത് ടെക്നിക്കലി പോസിബിൾ അല്ല. കാരണം ഒരു ഭാഗത്ത് പുഴയാണ്, മറുഭാഗത്ത് റോഡും നിലവിൽ ഉരുൾപൊട്ടിയ സ്ഥലവുമാണ്. ആ ഉരുൾപൊട്ടിയ സ്ഥലം ഈ മണ്ണിടിഞ്ഞ സ്ഥലവുമാണ്. ആ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും മണ്ണ് കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ഈ മണ്ണ് ടിപ്പറിൽ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിലവിൽ ഈ ഗ്രൗണ്ടുകളൊന്നും തന്നെ ഈ ഡെപ്പോസിറ്റ് ഡിഗ് ചെയ്യാനുള്ള ഗ്രൗണ്ടുകളൊന്നും തന്നെ അല്ലെങ്കിൽ അത് ഡംപ് ചെയ്യാനുള്ള ഗ്രൗണ്ടുകളൊന്നും തന്നെ ഈ മേഖലയിലില്ല. അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട്. നിലവിൽ ആ റോഡിലുള്ള ഒപ്പം തന്നെ റോഡിന് സമീപത്തുള്ള മണ്ണ് അത് കൃത്യമായി ഈ പുഴയുടെ സമീപത്തേക്ക് നീക്കി വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരക്ഷിതമായി, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ മഴ ശക്തമാവുകയോ ചെയ്താൽ അത് പുഴയിലേക്ക് വീഴാത്ത രീതിയിലാണ് ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് ഇടയ്ക്ക് പാറയുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ഉണ്ട്. ഇവ മാറ്റുക എന്നുള്ളതാണ് എന്തായാലും വലിയ ബുദ്ധിമുട്ടാവുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം സുരക്ഷ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നന്ദി സരീഷ.